ഹായ്, എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഞാൻ സുധീർ കിബിർ. നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ കുറച്ച് ദിവസങ്ങളിൽ രാത്രി 9 മണിക്ക് ലൈവ് വന്നുകൊണ്ട് SM എന്ന് പറയുന്ന വ്യക്തി നടത്തുന്ന മിറാക്കിൾ മിഷൻ ട്രാവൽ മാജിക് മൈൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേരിൽ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു അനലൈസ് നടത്തിയിരുന്നു. ആ അനലൈസിൽ നിന്നും ബോധ്യപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുകയാണ്. ഏകദേശം 138 മുതൽ 210 വരെയുള്ള തുടർച്ചയായ ലൈവ് സെക്ഷനുകളാണ് നമ്മൾ ഇയാളുടെ ക്ലാസ്സുകളിൽ നിന്നും അനലൈസിന് വേണ്ടി വിധേയമാക്കിയത്. ഗൂഗിളിൻ്റെ തന്നെ ഏറ്റവും ഫേമസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയ ജെമിനി ഉപയോഗിച്ചാണ് നമ്മൾ ഇയാളുടെ എല്ലാ വീഡിയോസും അനലൈസ് ചെയ്തത്. എല്ലാത്തിൻ്റെയും ലൈവ് പ്രൂഫുകൾ എൻ്റെ ചാനലിൽ ലൈവ് എന്ന സെക്ഷനിൽ പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെയും നിങ്ങൾക്ക് കാണാനും സാധിക്കും. പ്ലേലിസ്റ്റിലുമുണ്ട്. അതുകൂടാതെ ലൈവ് എന്ന സെക്ഷൻ എടുത്താൽ നിങ്ങൾക്കിത് കാണാൻ സാധിക്കും. ഓരോ ദിവസവും രാത്രിയിൽ ഏകദേശം 5ഓളം എപ്പിസോഡുകളിലായിട്ട് നമ്മൾ ഇയാളുടെ 210 വരെയുള്ള വീഡിയോസ് അനലൈസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലായത് തികച്ചും മാനസികമായ അടിമകളെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇയാൾ നടത്തി വരുന്ന ക്ലാസ്സുകളാണ് ഇതെന്നാണ് അതിൽ നിന്ന് വ്യക്തമായി മനസ്സിലാവുന്നത്. ചികിത്സാ നിഷേധം, അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിനൊന്നും യാതൊരു വിലയുമില്ല, ഡോക്ടർമാരടക്കമുള്ള എഞ്ചിനീയർമാരടക്കമുള്ള എല്ലാം വെറും ലേബലുകളാണെന്ന് പറയുന്ന അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും ഇയാളുടെ വീഡിയോകളിൽ കുത്തിക്കയറ്റുന്നുണ്ട്. കൂടാതെ ഫാമിലിയിൽ നിന്നും ബാക്കിയുള്ളവരിൽ നിന്നും എല്ലാം നമ്മൾ വേർപെടുത്തി ഒരു ഐസൊലേഷൻ ചെയ്യാനുള്ള ഒരു മെത്തേഡും, അതുപോലെ മറ്റുള്ള മതങ്ങൾ എല്ലാം തെറ്റാണ്, ഇപ്പോൾ അയാൾ ഉപയോഗിക്കുന്ന മതം മാത്രമാണ് ശരി എന്നും പറഞ്ഞുകൊണ്ടാണ് അയാളുടെ ക്ലാസ്സുകൾ ഒട്ടുമിക്ക ക്ലാസ്സുകളും പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഇത് കേൾക്കുന്ന സാധാരണ എല്ലാ കാര്യത്തിലും വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ടല്ലോ എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ട്, എൻ്റെ കമൻറ്റുകളിൽ പോലും പല ആളുകളും വന്നുകൊണ്ട് ഞങ്ങൾക്ക് സമാധാനം കിട്ടുന്നുണ്ട്, നിങ്ങളിത് ഇല്ലാതാക്കിയാൽ എൻ്റെ വീട്ടിൽ വന്ന് തപസ്സിരിക്കും എന്ന് പറഞ്ഞ ആളുകൾ വരെയുണ്ട്. അപ്പോൾ അവരെല്ലാവരും പെട്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു സൈക്കോളജിക്കൽ ട്രാപ്പിലേക്കാണ്. ഇതിൻ്റെ സീരിയസ്നെസ് നിങ്ങൾക്കിപ്പോൾ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലാവില്ല. പക്ഷേ ഇത് ദിവസേന കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഈ ക്ലാസ്സുകൾ കേൾക്കുന്നതെല്ലാം തന്നെ അവരുടെ പ്രഭാതത്തിലുള്ള സമയം, അതായത് നമ്മൾ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്ന സമയം, ഈ സമയം നമ്മളുടെ മൈൻഡ് ആൽഫ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ ബ്രെയിൻ വേവ്സ് പോകുന്ന ഒരു സമയമാണ്. മൈൻഡ് വളരെ കാമാണ്, എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന സബ് കോൺഷ്യസ് മൈൻഡ് കൂടുതലായിട്ട് ആക്റ്റീവായി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. ഈ സമയത്താണ് ഈ ക്ലാസ്സുകളിലേക്ക് ആളുകൾ കടക്കുന്നത്. ഇതുകൂടാതെ അടുത്ത ക്ലാസ് നടക്കുന്നത് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പുള്ള സമയമാണ്. ഈ 2 സമയവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സമയത്ത് നമ്മളുടെ സബ് കോൺഷ്യസ് ഓപ്പൺ ആവുകയും നിരന്തരമായി മരുന്നുകൾ ഉപേക്ഷിക്കുക, അതുപോലെ ആങ്സൈറ്റി, OCD പോലെയുള്ള അസുഖങ്ങൾക്കൊക്കെ മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നത് അത് കെമിക്കലാണ്, അത് ഡോക്ടർമാരൊക്കെ മാഫിയയാണ്, കുട്ടികളെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വിടുക, അതുപോലെ തന്നെ പാർട്ട്ണറോട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഇഷ്ടമില്ല എന്ന് പറയുന്നത് പൈശാചികമാണ്, അറിവ് നേടുന്നതും യുക്തിപരമായിട്ട് ചിന്തിക്കുന്നതും ബുദ്ധി ഉപയോഗിച്ച് ചോദ്യം ചോദിക്കുന്നതും ഒക്കെ ഈഗോയാണ്. ഇത്തരത്തിൽ ഒരുപാട് എടുത്തു പറയാൻ പറ്റുന്ന നെഗറ്റീവ് തോട്ട്സുകൾ കൂടി ഇയാൾ ഈ പോസിറ്റീവിൻ്റെ കൂട്ടത്തിൽ കലർത്തി നിങ്ങളുടെ ഉള്ളിലേക്ക് കുത്തിവെക്കുന്നുണ്ട്. നിങ്ങൾക്കിത് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ അയാളുടെ ക്ലാസ്സുകൾ കണ്ടിന്യൂ ആയിട്ട് എന്നെപ്പോലെ ഒരു അനലൈസ് ചെയ്ത വ്യക്തിയായിരിക്കണം. നിങ്ങളൊരു പക്ഷേ കേട്ടിരിക്കുന്ന അയാളുടെ നല്ല ഏതെങ്കിലും ഒരു വശമായിരിക്കാം, നല്ല ഒരു ക്ലാസ് ആയിരിക്കാം. സ്വാഭാവികമായും അയാൾ ഓരോ ക്ലാസ്സുകളിലൂടെയും നിങ്ങളുടെ ഉള്ളിലേക്ക് ഇൻജക്റ്റ് ചെയ്യുന്നത് ഒരു ഗോഡ് കോംപ്ലക്സ് ആണ്. അയാൾ ഒരു ദൈവമാണെന്നും ഇനി അയാളിലൂടെ അല്ലാതെ, അല്ലെങ്കിൽ അയാൾ ദൈവത്തിലേക്കുള്ള ഒരു ഡയറക്റ്റ് എൻട്രി ആണെന്നും ഇനി അയാളിലൂടെ അല്ലാതെ നിങ്ങൾക്കൊരു രക്ഷയില്ല എന്നും 2027 കഴിയുമ്പോൾ തന്നെ ഈ ലോകത്തിന് വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്നും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്യൂഡോ സയൻസും അയാൾ ഒരു വലിയ ടവറാണെന്നും ആ ടവറിൻ്റെ ഹോട്ട്സ്പോട്ടിൽ നിങ്ങൾ കണക്ട് ചെയ്യണമെന്നും അതിലൂടെ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ എന്നൊക്കെ പറയുന്ന ഒരുപാട് സ്യൂഡോ സയൻസുകൾ, മനുഷ്യനെ സാറ്റലൈറ്റ് ഫോണൊക്കെ ആയിട്ടാണ് അയാൾ ഉപമിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ വളരെ ശക്തമായ രീതിയിൽ സയൻറ്റിഫിക്കലി നമ്മൾ നോക്കിയെന്നാലും വൈരുദ്ധ്യങ്ങൾ കാണാം. അതുകൂടാതെ സൈക്കോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ വ്യക്തിയെയും ഒറ്റപ്പെടുത്തുകയും അവനെ മാത്രം കുറ്റപ്പെടുത്തുകയും, ഈ കുറ്റപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്ത് നേട്ടം കിട്ടിയാലും അത് അയാളുടെ ആ ഒരു പ്രോഗ്രാം 21 ദിവസം ഇരുന്നതിൻ്റെ ഗുണമാണെന്ന് പറയുകയും, കിട്ടുന്നില്ല എങ്കിൽ അത് നിങ്ങളുടെ സമർപ്പണം ശരിയല്ല എന്ന രീതിയിൽ അത് വിക്റ്റിമായിട്ട് ആ ഇരിക്കുന്ന വ്യക്തികളെ കുറ്റപ്പെടുത്തുകയും ചെയ്യുക. ഒരു ഗ്യാസ് ലൈറ്റിംഗ് എഫക്റ്റാണ് അയാൾ ഇവിടെ ഉപയോഗിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് പെട്ടുപോയെന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബവുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റുകൾ നഷ്ടപ്പെടുത്തുവാനും, മക്കളെ, അതായത് ഒരു ബെറ്റർ പേരൻറ്റിങ് നഷ്ടപ്പെടുത്തുവാനും, ഇത് കൂടാതെ സാമൂഹികവും
മതപരവും അങ്ങനെയുള്ള എല്ലാ വിശ്വാസങ്ങളെയും ഉടച്ചു വാർക്കുവാനും എല്ലാത്തിനും ഈ ഒരു വ്യക്തി കാരണമാകുന്നുണ്ട് എന്നാണ് എൻ്റെ അനലൈസുകളിൽ നിന്നും കൃത്യമായി അടിവരയിട്ട് ജെമിനിയോടൊപ്പമുള്ള അനലൈസുകൾ എനിക്ക് ബോധ്യപ്പെടുത്തി തന്നത്. അത് ഞാൻ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അയാളുടെ ഒരു വീഡിയോ, അതിനെ എതിർത്ത് ചെയ്ത വീഡിയോയെ പോലും അയാൾ ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്കിലൂടെ എൻ്റെ വായടപ്പിക്കാനാണ് അയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയും ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് ഭയമില്ലാതാക്കാനും നിങ്ങളുടെ കാര്യങ്ങൾ സംരക്ഷിക്കാനും ഒക്കെ അയാളെ കൂട്ടുപിടിക്കാനായിട്ട് പറയുന്നത്. വൈരുദ്ധ്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക. മാത്രമല്ല അവിടെ ഉപയോഗിക്കപ്പെടുന്നത് പ്യുവർലി ഹിപ്നോട്ടിസമാണ്. ആ ഹിപ്നോട്ടിസത്തെക്കുറിച്ച് എൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോകളിലൊക്കെ നമ്മൾ പരാമർശിച്ചിട്ടുണ്ട്. അയാളുടെ നേട്ടം കൊണ്ടല്ല നിങ്ങൾക്ക് ഒരു ഗുണവും ഉണ്ടാകുന്നത്. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തികച്ചും തെറ്റായ ഒരു ചിന്താഗതിയാണ്. അതിന് പറയുന്നത് ഇംഗ്ലീഷിൽ കൺഫർമേഷൻ ബയാസ് എന്നാണ്. നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പ്രയോജനം ആ ഒരു വിശ്വാസത്തിൽ നിന്നാണ് ഉണ്ടായത് എന്ന് കരുതുന്ന ഒരു മാനസികാവസ്ഥയാണിത്. അതുപോലെ തന്നെ നമ്മളൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇയാളോടൊപ്പം ചേർന്നത് കൊണ്ടാണ് എന്ന് കരുതുന്നതിനെ സർവൈവർ ബയാസ് എന്നും നമ്മൾ വിളിക്കുന്നു. അപ്പോൾ ഇത് തികച്ചും തെറ്റായ അപകടകരമായ ഒരു മാനസിക അടിമകളെ, ഒരു കൂട്ടം മാനസിക അടിമകളെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു പ്രോഗ്രാമാണത്. തികച്ചും തെറ്റായ പല നിലപാടുകളും അവിടെ സ്ഥാപിക്കപ്പെടുന്നുണ്ട്. വിശ്വാസത്തെയും ആദർശത്തെയും ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇതുവരെ നിങ്ങൾ വിശ്വസിച്ചു വന്ന കാര്യങ്ങളെല്ലാം തെറ്റാണെന്ന് പൂർണ്ണമായും അയാൾ തള്ളിക്കളഞ്ഞുകൊണ്ട് അയാൾ പറയുന്ന സ്യൂഡോ സയൻസുകൾ മാത്രമാണ് അയാളുടെ ക്ലാസ്സുകളിൽ പ്രബോധനം ചെയ്യപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളതിൽ പെട്ടുപോയാൽ തീർച്ചയായിട്ടും നിങ്ങൾ നാളെ യുക്തി ഇല്ലാത്ത, അതായത് ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്നവന് ഈഗോ ഉണ്ടെന്നാണ് അയാളുടെ കൺസെപ്റ്റ്. തികച്ചും തെറ്റായ രീതിയാണ്. നമുക്ക് ദൈവം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ബുദ്ധി നമുക്ക് തന്നത് ചിന്തിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ഈ മനുഷ്യൻ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയതിൻ്റെ പിന്നിൽ ഒരുപാട് എക്സ്പീരിയൻസും അത് നേടാനായിട്ട് അവൻ ചിന്തിച്ച കാര്യങ്ങളും, ഇന്ന് റോക്കറ്റുകൾ എങ്ങനെയാണ് ചന്ദ്രനിലേക്ക് നമുക്ക് അയക്കാൻ പറ്റുന്നത് എന്നതിനെക്കുറിച്ച് ഒരു മനുഷ്യൻ അവൻ്റെ ചിന്തയിലൂടെയാണ് അത് നേടിയെടുത്തത്. അപ്പോൾ ഇവിടെയുള്ള ഈ സ്യൂഡോ സയൻസുകളും ഇത്തരം ഫ്രോഡുകളെയും തുറന്നു കാണിക്കുക എന്ന ഒരു ടാർഗറ്റിലാണ് ഞാൻ ഇപ്പോൾ നിലകൊള്ളുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ, ഞാൻ ഊതുന്ന ഈ ഒരു വിസിൽ നിങ്ങളുടെ കാതുകളിൽ കേൾക്കുന്നുണ്ടെങ്കിൽ മാത്രമേ, അതിന് നിങ്ങൾ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കൂ. ഒപ്പം തന്നെ നിങ്ങളുടെ കൂട്ടത്തിലും കുടുംബത്തിലും ഒക്കെ പെട്ട ആളുകൾ ഈ ഒരു ട്രാപ്പിലേക്ക്, ഇതൊരു സൈക്കോളജിക്കൽ ട്രാപ്പാണ്, ഇതിലേക്ക് പോയി പെട്ടാൽ രക്ഷപ്പെട്ടു വരിക വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞതുപോലെ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സമയം, അല്ലെങ്കിൽ വളരെ പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു സമയം എന്ന് പറയാവുന്ന ഒരു സമയത്താണ് ഇത് നിങ്ങളുടെ ബ്രെയിൻ്റെ ഉള്ളിലേക്ക് അയാൾ കുത്തിവെച്ച് തരുന്നത്. തീർച്ചയായും അത്തരം ക്ലാസ്സുകളിൽ പോകുന്നവർ സൂക്ഷിക്കുക. നിങ്ങളുടെ കുടുംബ ബന്ധവും നിങ്ങളുടെ സാമൂഹികമായ ബന്ധങ്ങളും നിങ്ങളുടെ മതപരമായ ബന്ധങ്ങളും എല്ലാം നശിപ്പിച്ച് ഐസൊലേറ്റ് ചെയ്ത് നിങ്ങളെ സോംബി സ്റ്റേറ്റിലുള്ള അയാളുടെ അടിമകളാക്കുവാനുള്ള ക്ലാസ്സുകളാണ് അവിടെ നടക്കുന്നത്. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടുന്നു എന്ന് പറഞ്ഞാലും ശരി, അത്തരം കാര്യങ്ങൾ നിങ്ങൾക്കൊരു മെഡിറ്റേഷനിലൂടെ സ്വന്തമാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ സംഭവിക്കുന്നത്. നിങ്ങളുടെ തലച്ചോറ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് കെമിക്കലിൻ്റെ റിയാക്ഷൻ മൂലം നിങ്ങൾക്ക് ഒരു താൽക്കാലിക ശമനമോ സമാധാനമോ ഒക്കെ കിട്ടുന്നുണ്ടാവും. പക്ഷേ കുറച്ച് കാലം മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മുഴുവനായിട്ടും നശിപ്പിച്ചു കളയും. ഒരിക്കലും നന്നാക്കുമെന്ന് നിങ്ങൾ കരുതുകയേ വേണ്ട. നിങ്ങളുടെ ജീവിതം മുഴുവൻ നശിച്ചു പോകും. നിങ്ങൾക്ക് പരസ്പരമുള്ള കമ്മിറ്റ്മെൻറ്റുകളോ അതുപോലെ തന്നെ പരസ്പരമുള്ള സ്നേഹബന്ധങ്ങളോ ഒന്നിനും യാതൊരു വിലയുമില്ലാത്ത, വികാരങ്ങൾ പോലും ഇല്ലാത്ത വെറും ശവങ്ങൾ ജീവിച്ചിരിക്കുന്നതിന് തുല്യമായ ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. പ്രിയപ്പെട്ടവരെ, വളരെ സൂക്ഷിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. SM എന്ന് പറയുന്ന വ്യക്തി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഒരു നല്ല ക്ലാസ്സുകളല്ല. അവ കേൾക്കുന്നവർക്ക് നല്ലതെന്ന് തോന്നുമെങ്കിലും അതിൻ്റെ പിന്നിൽ അജണ്ടകളുണ്ട്. എൻ്റെ ലൈവുകൾ ദയവായി കാണുക. അതിനുവേണ്ടി നിങ്ങൾ 2-3 മണിക്കൂർ മാറ്റി വെച്ചാലും അയാളുടെ ക്ലാസ്സുകളിലേക്ക് ദിവസവും പോയിരിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, എനിക്ക് വേണ്ടി 2-3 മണിക്കൂറുകൾ മാറ്റിവെക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നതേ ഇല്ല. എൻ്റെ ക്ലാസ്സുകൾ കാണണമെന്നും ആവശ്യപ്പെടുന്നില്ല. പക്ഷേ അയാളുടെ ക്ലാസ്സുകളുടെ അനലൈസ്മെൻറ്റ് നടത്തിയിരിക്കുന്ന ആ ഭാഗമെങ്കിലും നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് സത്യം ബോധ്യപ്പെടും. ആ സത്യത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളുക. അതുപോലെ തന്നെ ഇത്തരം തട്ടിപ്പുകളിൽ പോയി പെട്ട ആളുകളോട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും അവർക്ക് ഉപകാരപ്പെടും. അവർ ഇപ്പോൾ കരുതുന്നത് അവരേതോ മാസ്മരിക ലോകത്താണ്, ഏതോ അദൃശ്യ ശക്തിയുടെ വലയത്തിലാണ്, അവർക്ക് ഏതോ പവർ കിട്ടുന്നുണ്ടെന്നൊക്കെയാണ്. ഒരിക്കലുമല്ല. അവർക്ക് കിട്ടുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു ചെറിയ സാറ്റിസ്ഫാക്ഷനും റിലാക്സേഷനും റിലീഫും ഒക്കെ ചേർന്ന നമ്മുടെ തലച്ചോറ് കൃത്രിമമായി ആ സമയം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ചെറിയ ഒരു റിലീഫ് മാത്രമാണ്. അതിനവർ വലിയ വില നൽകേണ്ടി വരും.
വളരെയധികം സൂക്ഷിക്കുക. എല്ലാവർക്കും ഷെയർ ചെയ്യുക. ആ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നവരെയും അതിൻ്റെ അകത്തേക്ക് പണം കൊടുക്കുന്നവരുമുണ്ട്. ഈ പറഞ്ഞ പോലെ സമർപ്പണം എന്ന പേരിൽ പണം പിടുങ്ങുക എന്ന ഒരു ലക്ഷ്യം കൂടി അതിൻ്റെ പിന്നിലേക്ക് അയാൾ കൊണ്ടുവരുന്നുണ്ട്. അഡ്വാൻസ് ലെവൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പണം പിടുങ്ങുക എന്നതാണ് അയാളുടെ പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇത്തരം ക്ലാസ്സുകളിൽ പോകുന്നവർ നിങ്ങളുടെ സാമ്പത്തികവും സാമൂഹികവും മാനസികവുമായ പല കാര്യങ്ങളിലും അതുപോലെ തന്നെ റിലേഷൻഷിപ്പുകളിലും നിങ്ങൾ അപകടത്തിലേക്കാണ് പോകുന്നത്. ഇത് ഞാൻ നിങ്ങളോട് അടിവരയിട്ട് പറയുന്ന കാര്യമാണ്. നാളെ കാലം തെളിയിക്കട്ടെ എന്ന് കരുതി നിങ്ങൾ കാത്തിരുന്നാൽ ഉറപ്പായും വലിയ വില നിങ്ങൾ നൽകേണ്ടി വരും. ആ വില നിങ്ങളുടെ കുടുംബജീവിതമായിരിക്കാം, നിങ്ങളുടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാമ്പത്തികമായിരിക്കാം, അതുമല്ല എങ്കിൽ നിങ്ങളുടെ തന്നെ മാനസിക ആരോഗ്യമായിരിക്കാം. ഇതിലെന്തെങ്കിലും ഉറപ്പായും ഇത് മുഴുവനായുമോ അല്ലെങ്കിൽ എന്തെങ്കിലുമോ എല്ലാം അയാൾ നിങ്ങളിൽ നിന്ന് കവർന്നെടുക്കും. അതോടെ നിങ്ങൾ എന്ന വ്യക്തി ഐഡന്റിറ്റി വരെയും നശിപ്പിക്കാൻ അയാൾ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അയാളുടെ ക്ലാസ്സുകളിൽ പഴയതൊക്കെ മറന്നു കളയാൻ അയാൾ ആഹ്വാനം ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് എ ട്രാപ്പ്. നെവർ എവർ അതിൻ്റെ അകത്തേക്ക് പോയി പെടരുത്. ഒരു കാരണവശാലും പെടരുത്. ഒരു മുഹസാനെ പോലെ തന്നെ മറ്റൊരു വ്യക്തിയായിട്ടാണ് ഇയാളെ എനിക്ക് കാണുമ്പോഴും അയാളുടെ ക്ലാസ്സുകൾ കേൾക്കുമ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ അതിൻ്റെ അകത്ത് പിന്മാറുക. അത്തരം ക്ലാസ്സുകളിലേക്ക് പോകുന്നവരെ നിർബന്ധമായും തടയുക. അത് കാരണം ഇതൊരു സമൂഹത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. നിങ്ങളെ ഹിപ്നോട്ടൈസ് ചെയ്യുകയാണ്. ഒരിക്കലും നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത് സമാധാനമല്ല. 100% ഗ്യാരണ്ടി ആയിട്ട് പറയാം. ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഏതെങ്കിലും സൈക്കോളജിസ്റ്റിനോടോ അതുമല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനോടോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഹിപ്നോട്ടിസം അറിയാവുന്ന ആളുകളോടോ ചോദിച്ചാൽ അവർ നിങ്ങൾക്ക് ഈ ഒരു ഫീല് കൃത്രിമമായി തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ ഉണ്ടാക്കി തരും. നിങ്ങൾ അതിനുവേണ്ടി 21 ദിവസം ഇരിക്കേണ്ട കാര്യമില്ല. ഉറപ്പായിട്ടും ഞാനിത് ഗ്യാരണ്ടി ആയിട്ട് പറയുകയാണ്. അത് ഞാനൊരു സ്ട്രീറ്റ് പെർഫോമൻസ് അടക്കം ഹിപ്നോസിസ് ചെയ്യുന്ന ഒരാളാണ്. അതിൻ്റെ ബലത്തിലും കൂടിയാണ് ഞാൻ പറയുന്നത്. പൂർണ്ണമായും നിങ്ങൾ അപകടത്തിലേക്കാണ് പോകുന്നത്. സൂക്ഷിക്കുക. അത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഒരു വിസിൽ ബ്ലോവർ എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് ഊതി കേൾപ്പിക്കുന്ന ഒരു വിസിലിൻ്റെ സൗണ്ടാണ്. ഇത് കേട്ട് നിങ്ങൾ തിരിച്ചു വന്നാൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും, അല്ലെങ്കിൽ നിങ്ങൾ അപകടത്തിൽപ്പെടും. നമുക്ക് മുന്നറിയിപ്പ് തരാൻ മാത്രമേ കഴിയുകയുള്ളൂ. അതാണ് ഞാനിവിടെ ചെയ്യുന്നത്. ആ മുന്നറിയിപ്പ് കേട്ട് പിന്മാറുന്ന ആളുകൾക്ക് ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. അല്ലാതുള്ളവർ ഒരടിമകളായി മാനസിക രോഗികളായി മാറിക്കൊണ്ടിരിക്കും. അവർക്ക് പിന്നീട് സൈക്കാട്രിസ്റ്റിൻ്റെയോ സൈക്കോളജിസ്റ്റിൻ്റെയോ ഒക്കെ സഹായവും വേണ്ടി വരും. അത്തരം സഹായങ്ങൾ വേണ്ടവരാണെങ്കിലും നമ്മളെ ബന്ധപ്പെടാൻ മടിക്കേണ്ടതില്ല. നമ്മുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അതുപോലുള്ള സൈക്കാട്രിസ്റ്റുകളുടെ സേവനവും നിങ്ങൾക്ക് ഉറപ്പാക്കി തരാം. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു സാമൂഹിക വിപത്താണ്. അതിൽ നിന്നും നിങ്ങൾ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക. എല്ലാ ആളുകൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം. സ്നേഹപൂർവ്വം സുധീർ കബീർ. താങ്ക് യു.